പ്രതിഷേധങ്ങൾക്കിടയിൽ എലപ്പുള്ളി ബ്രൂവറിയുമായി ഒയാസിസ് മുന്നോട്ട്. മദ്യനിർമ്മാണശാലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒയാസിസ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് എലപ്പുള്ളി ജനകീയ സമിതിയും പഞ്ചായത്ത് അംഗങ്ങളും നൽകിയ ഹർജികളിൽ അന്തിമവാദം നടക്കാനിരിക്കെയാണ് കമ്പനിയുടെ പുതിയ നീക്കം. ഹർജി വ്യാഴാഴ്ച കോടതി പരിഗണിക്കും. അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ നയം, അതായത് ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ടവന്റെ പാർട്ടിയെന്നും കോർപ്പറേറ്റ് വിരുദ്ധ പാർട്ടിയെന്നും ഒക്കെ പ്രഖ്യാപിച്ചിരുന്ന CPM-ന്റെ ഇപ്പോഴത്തെ തനിനിറം വ്യക്തമാകുന്നതാണ് ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഒരു പാർട്ടിയുടെയും മുഴുവൻ സപ്പോർട്ടുള്ള പശ്ചാത്തലത്തിൽ ജനകീയ സമരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ബൂർഷ്വാ കമ്പനി മുന്നോട്ട് പോകുകയാണല്ലോ. തീർച്ചയായിട്ടും ഗൗതം, അത്തരത്തിൽ തന്നെയാണ്. ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി ഏതായാലും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അനുമതി നൽകണം. അതിന് പോലീസ് സംരക്ഷണം നേരത്തെ തന്നെ സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ, അതായത് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണം ഉൾപ്പെടെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒയാസിസ് കമ്പനി ഏതായാലും ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഏതായാലും വ്യാഴാഴ്ച പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞതിന് പഞ്ചായത്ത് അധ്യക്ഷ ഉൾപ്പെടെ 6 പേർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ എലപ്പുള്ളിയിലെ നിരോധന സമിതി അല്ലെങ്കിൽ ഈ ബ്രൂവറി വിരുദ്ധ സമരസമിതി അവർ നൽകിയിട്ടുള്ള ഹർജികൾ അത് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മദ്യനിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയെ സമീപിക്കുന്ന നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ നിർമ്മാണ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോയാലും യാതൊരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല. അത് ജനകീയ സമരങ്ങളിലൂടെ തന്നെ നേരിടുമെന്നുള്ള ശക്തമായ നിലപാടിലാണ് പ്രദേശത്തെ BJP-യും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉള്ളത്. അതേസമയം തന്നെ CPM അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ അവിടെ ബോർഡ് യോഗം തന്നെ CPM തടസ്സപ്പെടുത്തിയിരുന്നു. പിന്നീട് പുതുശ്ശേരി പഞ്ചായത്ത്, CPM ഭരിക്കുന്ന മറ്റൊരു പഞ്ചായത്തിൽ നിന്നും ഈ ബ്രൂവറിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പുതുശ്ശേരി പഞ്ചായത്ത് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ CPM ഒരു വശത്തെ ഈ മദ്യനിർമ്മാണ കമ്പനിയെ പിന്തുണച്ചുകൊണ്ട് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. മറുവശത്തെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് ഉൾപ്പെടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. അതേസമയം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ഏത് വിധേനയും തടയുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് പഞ്ചായത്തും അതുപോലെ തന്നെ അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉള്ളത്. ഓക്കെ, ഒയാസിസ് കമ്പനി ഈ ബ്രൂവറി ഫാക്ടറിയുമായി മുന്നോട്ട് പോകുവാനുള്ള നീക്കത്തിൽ തന്നെയാണ്. CPM-ൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പിന്തുണയുണ്ട്. അവിടെ ജനകീയ സമരം കുടിവെള്ളത്തിന് വേണ്ടി ഈ കമ്പനിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് CPM ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് വലിയ പിന്തുണ നൽകുന്നത്. ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒയാസിസ് കമ്പനി. അരുൺ ആലത്തൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.